ഞാനും വന്ദനയും കൂടിയും കത്തിച്ച് വിട്ട് പോണത് വിബേടേയും വീട്ടിലേക്കാണ് കേട്ടോ. ഞങ്ങൾ വെക്കേഷൻ സമയത്തൊക്കെ ഗെറ്റ് ടുഗദർ നടത്താറുണ്ട് കേട്ടോ, കസിൻസ് എല്ലാവരും കൂടിയും. അപ്പോൾ ഇതും ഞങ്ങളുടെ ഫസ്റ്റ് ഗെറ്റ് ടുഗദറാണ് കേട്ടോ വെക്കേഷൻ സമയത്ത്. വന്നോണം വന്ന് ഫാനൊക്കെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് വന്നല്ല. ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി ചേർക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഫാനൊക്കെ ആദ്യം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡാൻസ് പഠിത്തമൊന്നും നടന്നിട്ടില്ല കേട്ടോ. വെറുതെ കത്തിവയ്പ്പലും ഈ വീഡിയോ കാണുമ്പോൾ പറയാം ഡാൻസ് പഠിത്തമാണോ തീറ്റ മത്സരമാണോ ഇവിടെ നടക്കണേന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വന്നപ്പോഴേക്ക് ഉച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. നമ്മൾ ചോറും ചിക്കനും മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ വിഭവം. വലിയ കഷ്ണം ഊണ് കഴിക്കാനിരുന്നപ്പോഴേക്കും അമ്മാവനെത്തിയിരുന്നു. പിന്നെ സുമ്മമ്മായും ദേവിയമ്മായും മൂർമള ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് മാമ്പഴപ്പുളിശ്ശേരി തന്നെയാണ് കേട്ടോ. വീട്ടിലെല്ലാ ദിവസവും മാമ്പഴപ്പുളിശ്ശേരി ആണെങ്കിലും ഓരോരുത്തരുണ്ടാക്കുമ്പോൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് വേറെ വേറെ ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇന്ന് അമ്മായിയുടെ വക മാമ്പഴപ്പുളിശ്ശേരിയാണ് ഫുൾ അകത്താക്കിയിട്ടുണ്ട്. എല്ലാവരും മാങ്ങണ്ടിയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അല്ല ഇന്ന് 3 ഇത് നേരത്തെ കുറവാണത്. നേരത്തെ 3 കഴിച്ചു, ടോട്ടൽ 6. അയ്യോ അടുത്ത വാങ്ങണ്ടി. ഇവരൊക്കെ ഒരു വീട്ടുകാർ, ഞങ്ങളൊക്കെ ഓരോ കുടുംബം, ഒരേ കുടുംബം. മാങ്ങണ്ടില്ല, ചേച്ചിയുടെ മാങ്ങണ്ടില്ലേ? നോക്ക് 3 മാങ്ങണ്ടിരുന്നു. അയ്യോ ഒരു മാങ്ങണ്ടി 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 ഇത്രേ ഇഷ്ടാർക്കും ഊണ് കഴിച്ചപ്പോഴേക്കും നമുക്കൊരു ഡെസേർട്ട് വേണമല്ലോ. ഡെസേർട്ടായിട്ട് ഇതേ പായസമാണ് കേട്ടോ. പായസം ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പായസം അകത്താക്കാം, അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം. ഇതൊരു തീറ്റ മത്സരമാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇന്നത്തെ ഫുൾ വീഡിയോ തീറ്റയിൽ തന്നെയാണ്. ഡാൻസ് പ്രാക്ടീസിന് പോയതാണ് ഞങ്ങൾ, പക്ഷേ ഫുള്ള് തീറ്റ മത്സരം തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നതായിരിക്കും. ഇത് പിന്നെ ഇനി നമുക്ക് ഐസ്ക്രീം കഴിക്കാമല്ലേ. അതെ, ഐസ്ക്രീമിനായിട്ട് പാത്രങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ അമൂൽ കഴിക്കാമല്ലേ. അമൂലിൻ്റെ അത്ര ടേസ്റ്റ് വേറൊരു ഐസ്ക്രീമിനും ഇല്ല കേട്ടോ. പിന്നെ ലാസയാണ് ഉണ്ടായിരുന്നത്, പക്ഷേ അമൂലിൻ്റെ ടേസ്റ്റ് വേറൊരു ഐസ്ക്രീമിനും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് അമൂൽ ഐസ്ക്രീം. അപ്പോൾ അമൂൽ ഐസ്ക്രീം എല്ലാവരും കൂടി അകത്താക്കി. പിന്നെ ലാസ അമൂൽ കഴിച്ചിട്ട് ആ ലാസ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് അങ്ങോട്ട് വരണില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഡിസ്കഷൻ തുടങ്ങി. ഞങ്ങൾ ഏത് ഡാൻസ് കളിക്കണം, ഏത് സോങ് സെലക്ഷൻ, പിന്നെ ദേ പഠിത്തം. അഞ്ച് മിനിറ്റ് ഡാൻസ് കളിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് മതിയായി. പിന്നെ വീണ്ടും തുടങ്ങി നമ്മുടെ പഴയ പരിപാടി. ഡാൻസ് ഒന്ന് കളിച്ച് പ്രാക്ടീസ് തുടങ്ങിയപ്പോഴേക്കും അമ്മായി ഇതേ മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിക്കണമല്ലോ. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ ഏതൊക്കെ പാട്ട് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഡിസ്കഷനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മാങ്ങ അങ്ങനെ കുറേശ്ശെ കഴിച്ച് കഴിയാറായപ്പോഴേക്കും അടുത്ത സാധനം കൊണ്ടുവന്നു. അങ്ങനെ അന്നത്തെ ദിവസം പാട്ട് സെലക്ഷനും ഡിസ്കഷനും തീറ്റ മത്സരവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോയിട്ടാ. മാങ്ങയൊക്കെ കഴിച്ച് ഏകദേശം കഴിയാറായപ്പോഴേക്കും അടുത്ത സാധനമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പവും കഴിച്ചിരുന്നു. അവിടെ അമ്പലത്തിൽ തലേദിവസം പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പായസവും ഉണ്ണിയപ്പവും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അകത്താക്കിയിരിക്കുന്നു. അടുത്ത അപ്പം
ഇങ്ങനെ എല്ലാവരും കൂടിയ ഡിസ്കഷനാണ് ഒരു വിഷയമില്ലാത്തത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളും ഒരുപാട് ഡിസ്കഷനിലും ആയിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ ഡിസ്കഷൻ നടക്കേണ്ടതിൻ്റെ ഇടയിൽ അതിങ്ങനെ ഓരോ പാത്രത്തിൽ അമ്മായി ഓരോരോ സാധനങ്ങളും കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ദിവസം കുശാലായി. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കഴിച്ചു. ഇതൊക്കെ പോരാഞ്ഞിട്ട് മാങ്ങ തിന്നും മടുക്കില്ലേ എനിക്കിത്. പച്ചമാങ്ങ ഇനി നമുക്ക് ഇടിച്ചൂത്തി മാങ്ങയാണ്, നമ്മുടെ ശബരിയുടെ വക ഇടിച്ചൂത്തി മാങ്ങയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ശബരി 2 മാങ്ങ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ആയാലും പഴുത്ത മാങ്ങ ആയാലും മാമ്പഴമായാലും അയ്യോ മാങ്ങ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ എല്ലാവരും മിക്സ് ചെയ്യുന്നുണ്ട് ശബരി. എന്നിട്ട് നമ്മൾ അലക്കുകല്ലിൽ പോയിട്ടാണ് അലക്കാനാണ് പോണത്. അങ്ങനെ കവറിലിട്ട് ഞങ്ങൾ ഇടിച്ചൂത്തി മാങ്ങ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇടിച്ചൂത്തി മാങ്ങ കഴിക്കാം. എന്തൊക്കെ ഉണ്ടെങ്കിലും മാങ്ങ അവസാനിച്ചത് കേട്ടോ. അപ്പവും പായസവും എല്ലാവരും ബാക്കിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാങ്ങ ബാക്കിയേ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാങ്ങ എല്ലാവരും അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ. പൊട്ടി പൊട്ടി പുറത്തേക്ക് പോവാ. ടീച്ചർ ആദ്യത്തെ ടീച്ചർ ടീച്ചറുടെ വക എന്റെ അടുത്തടി പിടിച്ചേ. എരിവ് പോരാ, കുറച്ചും കൂടി എരിവാവാ. ഇനി പിള്ളേരെ കുറ്റം പറയും. ഇത്ര എരിവ് മതി, അല്ലെങ്കിൽ ഭയങ്കര എരിയും. എന്നിട്ട് വീഡിയോയില് വന്നു. ഞങ്ങള് പക്ഷെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുമ്പോ വേണല്ലോ അവനാ മെനക്കെട്ട് ഉണ്ടാക്കിയാലുണ്ടാവും. അമ്മായി എടുത്തതുമായി നമുക്ക് എത്തിയിരിക്കുന്നു. എന്താ രസം. അപ്പം ഇത് മാങ്ങ. അങ്ങനെ ഒരു ഫുഡ് വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ അപ്പവും മാങ്ങയും ലൂബിക്കയും ഐസ്ക്രീമും ചിക്കനും മാമ്പഴപ്പുളിശ്ശേരിയും അങ്ങനെ എല്ലാ വിഭവങ്ങളും കഴിച്ച് വയറ് നിറച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി പ്രാക്ടീസ് അടുത്ത ആഴ്ച. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ വെക്കേഷൻ മുഴുവൻ ഇതേമാതിരി പ്രാക്ടീസ് ആയിരുന്നു കസിൻസിൻ്റെ ഓരോരോ സ്ഥലങ്ങളിലായിട്ടും.